91.2 റേഡിയോ മംഗളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ട്വിങ്കിൾ സ്റ്റാർസിലേക്ക് സ്വാഗതം. ഇന്ന് ട്വിങ്കിൾ സ്റ്റാർസിൽ നിങ്ങളോടൊപ്പം ഞാൻ ഫ്രിൻസിയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു നല്ല അടിപൊളി സ്റ്റാർ ആണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ ആരാണെന്ന് പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അധികം വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെറിയ വലിയ മനുഷ്യനാണ്. നമ്മുടെ സ്വന്തം ധർമ്മജൻ ചേട്ടനാണ്. ചേട്ടാ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. ധർമ്മജൻ ചേട്ടനെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഈ നാട്ടിലോ ഉണ്ടോന്ന്, എനിക്ക് മലയാളികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് ഫെമിലിയർ ആണ്. ശരിയല്ല, കാരണം മോഹൻലാലിനെ അറിയാത്ത ആൾക്കാർ പോലും ഇപ്പോഴും ഉണ്ട്. എനിക്കോട് സത്യനന്ദിക്കാർ സാർ പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും ഒരു കാറിന് ഇവര് എവിടെയോ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പോയി വന്ന വഴിക്ക് ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരാൾ കൈ കാണിക്കുന്നു. അയാള് കേറ്റണോ വേണ്ടെന്നൊക്കെ ഇവര് തമ്മിലായപ്പോൾ ലാലേട്ടൻ പറഞ്ഞു കേറ്റ്, കുഴപ്പമില്ല കേറ്റ് എന്ന് പറഞ്ഞു. പുള്ളി കയറി, വേറെ ഒന്നുമില്ല, സാധാരണ ആൾക്കാരുടെ അടുത്തിരിക്കണ പോലെ ഇരുന്ന് വന്നു. പുള്ളിക്കൊരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു വലിയൊരു ഇരിക്കുന്നതെന്ന് ഒന്നുമില്ല. പുള്ളി എവിടെയാണ് വീട്, എന്താണ് എന്നൊക്കെ ചോദിച്ച് എന്നിട്ട് സത്യനന്ദിക്കാട് സാർ അവസാനം ചോദിച്ചെന്ന് പറഞ്ഞു, ഈ പുള്ളിനെ അറിയുമെന്ന് ചോദിച്ചപ്പോ എവിടെ വീടെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല, നമ്മളറിയാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. എന്നാലും ടി വി കാണുന്നവരോ സിനിമ കാണുന്നവരോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അറിയും. തീർച്ചയായിട്ടും ഒരു 100 മലയാളികളിൽ 10 മലയാളികളെങ്കിലും അറിയും എന്ന് പറഞ്ഞ പോലെ. 10 മലയാളികളല്ല, തീർച്ചയായിട്ടും 100 പേരും തന്നെ അറിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പ്രത്യേകിച്ച് ആർക്കും ഒരു നെഗറ്റീവും പറയാനില്ലാതെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ച ഒരാളാണ് ധർമ്മജൻ ചേട്ടൻ. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ചേട്ടൻ അഭിമാനിക്കാം, കാരണം ആർക്കും ഒരു നെഗറ്റീവും ചേട്ടനെ കുറിച്ച് പറയാനില്ല. അങ്ങനെ പറഞ്ഞാല് വീട്ടിലിപ്പോ വൈഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പറയായിരിക്കും. ചോദിക്കണോ? ഞാൻ ചോദിക്കണോ? ചോദിച്ചാ നെഗറ്റീവ് ഒക്കെ പറയാനായിട്ട് വീട്ടിലുണ്ടാവും. വീട്ടുകാരോട് ചോദിച്ചാലുണ്ടാവും. നമ്മള് പുറത്തങ്ങനെ നെഗറ്റീവ് കാണിക്കാറില്ല. എനിക്കങ്ങനെ പൊതുവെ പുറത്തൊക്കെ നമ്മൾ ഡീസന്റ് ആണ്. അല്ല, അങ്ങനെ ശത്രുക്കളില്ല. ഞാൻ എൻ്റെ ഒരു പെരുമാറ്റത്തിന്റെ ഇതുകൊണ്ട് എനിക്കങ്ങനെ വലിയ ശത്രുക്കൾ ഇല്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഒരുപാട് സിനിമകളിലൂടെയും TV ഷോസിലൂടെയും സ്റ്റേജ് ഷോസിലൂടെയും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. സത്യം പറഞ്ഞാൽ ന്യൂ ജനറേഷൻ ഫിലിംസിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു ധർമ്മജൻ ചേട്ടൻ. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഉണ്ടെങ്കിൽ പോസ്റ്ററിൽ ചേട്ടന്റെ ഒരു മുഖം കണ്ട് ആൾക്കാർ സിനിമ കാണാൻ കയറുന്ന ഒരു അവസ്ഥ വരെ എത്തിയെന്ന്. അതിന്റെ ചെറിയൊരു അബദ്ധവും കൂടി ഉണ്ട്. കാരണം ഞാനിപ്പോൾ കട്ടപ്പനയിൽ ഋതിക് റോഷൻ എന്നുള്ള സിനിമയാണ് ഫുൾ ലെങ്ത് അഭിനയിച്ച എൻ്റെ കരിയറിൽ ഏറ്റവും നല്ലൊരു വേഷം എന്ന് പറയുന്നത്. പക്ഷെ അതിനു മുമ്പേ ഷൂട്ട് ചെയ്ത ചില സിനിമകളിൽ ചെറിയ വേഷങ്ങളായിരുന്നു. അതൊക്കെ വലിയതായിട്ട് പോസ്റ്ററിൽ വരുന്നുണ്ട്. കാണാൻ പോകുമ്പോൾ ആൾക്കാർ നിരാശരാകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല. പക്ഷെ സിനിമകൾ വരുന്നുണ്ട്. ആ സിനിമകൾ കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ സിനിമകൾ വരുന്നുണ്ട്. എനിക്ക് സിനിമ തിരഞ്ഞെടുക്കാനൊന്നും ഇപ്പോഴും വലിയ കഴിവില്ല. പിന്നെ ഒരാളൊന്നും ഒരു 4 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോ പറയാൻ അറിയാൻ പാടില്ലാത്തൊരു പ്രകൃതവും കൂടി ഉണ്ട്. അതിന്റെ പേരിൽ അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. എന്നോട് ചില കൂട്ടുകാരൊക്കെ പറയാറുണ്ട് നോ പറയാൻ പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ സാധിക്കാറില്ല, വിചാരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജഗതി ചേട്ടനും ഇതുപോലെയായിരുന്നു. നമ്മളായിട്ട് താരതമ്യം ചെയ്തത്. അവര് എല്ലാ സിനിമയിലും അഭിനയിച്ചാലും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഇട്ടിട്ടേ പോകാറുള്ളൂ. അവരുടേതായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തല് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ശ്രദ്ധിച്ചാൽ കാണാം. പടം ഇനി എന്തോ പുളിയായിക്കോട്ടെ, പക്ഷെ ജഗതിച്ചേട്ടൻ്റെ ഒരു മിന്നലാട്ടം അതിലുണ്ടാവും. അത് തീർച്ചയായിട്ടും പിന്നീട് ആ ഒരു സീനുകളിലൂടെയൊക്കെ നമ്മൾ ആ സിനിമ ഓർത്തെടുക്കാറുണ്ട്. ശരിയാണ്, അത് കറക്റ്റാണ്. ഓക്കെ ചേട്ടാ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയാണ് ചേട്ടന് ഒരു മുഴുനീള വേഷം തന്നതെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പൊ ആ വേഷത്തിലേക്ക് എത്തിപ്പെട്ടതിനെ കുറിച്ച് പറയാമോ? അത് എൻ്റെ വളരെ സുഹൃത്തുക്കളെന്ന് പറയാൻ പറ്റില്ല, ഒരു അനിയന്മാരെ പോലെയാണ് വിപിനും വിഷ്ണുവൊക്കെ. വിഷ്ണുവിനെയൊക്കെ എനിക്കൊരു 8ാം ക്ലാസ് തുടങ്ങി എനിക്കറിയാം. വിപിനെ വളരെ പണ്ട് തുടങ്ങി അറിയാം. വിപിൻ എൻ്റെ കൂടെയൊക്കെ എഴുതാനും വിളിക്കാനൊക്കെ ഉണ്ടായ ആളാണ്. അങ്ങനെയുള്ള ആളാണ്. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ച പോലെ എന്ന് പറയില്ലേ, ഞാൻ പണ്ട് മിമിക്രി കോളേജൊക്കെ ഉള്ള ടൈമിൽ തന്നെ മിമിക്രി ഉണ്ട്. അപ്പോഴും ആഗ്രഹം എന്ന് പറയുന്നത് നാദിർഷയുടെ കാസറ്റിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ദേമാവേലി കുമ്പത്തിൽ പങ്കെടുക്കുക. ആ ദേമാവേലി കുമ്പത്തിൽ ദിലീപ് ഉണ്ട്, അഭിയുണ്ട്, നാദിർഷ ഉണ്ട്. അപ്പം നാദിർഷയുടെ കാസറ്റിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ആഗ്രഹം അതായിരുന്നു. അതിൽ അതിനാദ്യം വലുത് സിനിമയോ ഒന്നും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. എനിക്ക് ഇതായിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാവേലി കുമ്പത്തിൽ പങ്കെടുക്കണം, ഇതൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ആർഷിക എന്നെ 1-2 പ്രാവശ്യം വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല മാവേലി കുമ്പത്തിൽ. പക്ഷെ ഞാൻ മാവേലി കുമ്പത്തിലൊക്കെ അതിന് മുമ്പേ തോമസ് തോപ്പൽക്കൂടി എന്ന ഒരാളുടെ കൂടെ എഴുതാനും പിടിക്കാനും സഹകരിച്ചിട്ടുണ്ടെങ്കിലും എന്നെ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഞാനങ്ങനെ ഇതില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ മിമിക്രിയൊക്കെ തുടങ്ങി അത്യാവശ്യം അറിയപ്പെട്ടു തുടങ്ങിയപ്പോൾ ആർഷിക്ക് എന്നെ വിളിച്ചപ്പോൾ 2 പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ പിന്നീടുള്ള ഭാഗങ്ങളിൽ ഞാൻ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ആ നാദിർഷയുടെ തന്നെ ആദ്യത്തെ സിനിമ വന്നപ്പോഴും
അതും വിപിനും വിഷ്ണുവാണ് ആദ്യത്തെ സിനിമ എഴുതിയത്. അതിലൊരു ചെറിയ വേഷം, എന്നാൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചിത്രം വന്നപ്പോൾ അവർ എന്നെ സെലക്ട് ചെയ്തു. എന്നോട് ബിബിനാണ് കഥ ബിബിന്റെ വീട്ടിൽ വെച്ച് പറയുന്നത്. അപ്പൊ അന്നേ അറിയായിരുന്നു ഒരു വിജയചിത്രം ആയിരിക്കും എന്നൊക്കെ അറിയായിരുന്നു. കാരണം അവർ അത്രയും നല്ല രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്തതും കാര്യങ്ങളും അവരുടെ എഴുത്തും കാര്യങ്ങളൊക്കെ കൃത്യ ഒരു സിനിമ. അവരുടെ ആദ്യത്തെ സിനിമയെക്കാട്ടിയും രണ്ടാമത്തെ സിനിമ തന്നെയാണ് ഏറ്റവും നല്ല മികച്ച സിനിമ. അതങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആദ്യത്തെ സിനിമയെക്കാട്ടിയും എപ്പോഴും രണ്ടാമത്തെ സിനിമകളും പിന്നീട് വരുന്നല്ലേ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും സൗഹൃദമുള്ളവരായിരുന്നു അതിലുള്ളവര്. അതിന്റെ ഏറ്റവും വലിയ നടന്നത് എന്നെ സിനിമയിൽ കൊണ്ടുവന്ന് ദിലീപേട്ടനാണ് അത് നിർമ്മിച്ചത്. ഇപ്പൊ ഞങ്ങള് അമേരിക്കയിൽ പോയെന്ന് പറഞ്ഞില്ലേ, അമേരിക്കയുടെ സ്പോൺസർ ഡോക്ടർ ഷൈജു സക്രിയ തോമസ് എന്ന് പറഞ്ഞ ആളാണ്. ദിലീപേട്ടനും കൂടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു നല്ല കൂട്ടായ്മ. പിന്നെ എന്റെ ആദ്യത്തെ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള റോഷൻ ചിറ്റൂരായിരുന്നു ഇതിന്റെയും കൺട്രോളർ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന നാദർഷിക്കാണ് അതിന്റെ സംവിധായകൻ. ഒരു റൈറ്റേഴ്സ് രണ്ടുപേരും നമ്മുടെ അനിയന്മാര്, അഭിനയിക്കുന്നവരെല്ലാരും വളരെ അടുപ്പമുള്ളവര്. സലിംകുമാർ അടക്കം, സിദ്ദീഖ് അടക്കം ഭയങ്കര അടുപ്പമുള്ളവർ. അങ്ങനെ ഒരു നല്ല അന്തരീക്ഷമായിരുന്നു ആ സിനിമയുടെ. നമുക്കത് ആ പടം കുറേ ദിവസം ഷൂട്ട് ചെയ്തെങ്കിലും ഒരു ദിവസങ്ങൾ പോണ അറിയാതെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. അതിന്റെ ആ ഒരു എഫക്ട് ആ ഫിലിമിൽ കാണാനുണ്ട്. ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ കാശൊക്കെ മേടിച്ചു, എന്നാലും നല്ല ഫ്രീ ആയിട്ട് ഇടപഴകാൻ പറ്റി എന്നുള്ള രീതിയിലുള്ള സിനിമയായിരുന്നു. നല്ല അന്തരീക്ഷമായിരുന്നു. ആ ഒരു പോസിറ്റീവ് എനർജി ആ ചിത്രത്തിനും വീണ്ടും ലഭിച്ചിട്ടുണ്ടെന്നുള്ള കഥയും കഥാപാത്രങ്ങളും എല്ലാം സന്ദർഭങ്ങളും ഒക്കെ നല്ലായിരുന്നെങ്കിലും ഒരു അന്തരീക്ഷവും കൂടി ഉണ്ടല്ലോ ഒരു സിനിമ ചെയ്യുമ്പോൾ, അതും കൂടി ആ പടത്തിന് ഭയങ്കര പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോ ഞങ്ങള് വിഷ്ണുവിന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു ദാസപ്പൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എഴുതിയ സമയത്ത് മനസ്സിൽ ധർമ്മജൻ ചേട്ടനെ കണ്ടുകൊണ്ടാണ് എഴുതിയത്. അതെ അതെ അതെ. അതവര് ദിലീപേട്ടൻ വേറെ, ഞാനും വേറൊരു നടനെ വെച്ചിട്ടാണ് വിഷ്ണുവിന്റെ കഥാപാത്രം പ്ലാൻ ചെയ്തത്. വലിയൊരു നടനെ വെച്ചിട്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനത്തെ ഒരു കോംപ്ലക്സ് കഥാപാത്രം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറിയപ്പോൾ വിഷ്ണു നായകനാവുകയും എന്നെ ചിന്തിക്കുകയും ചെയ്തപ്പോൾ ദിലീപേട്ടനടക്കമുള്ള ആൾക്കാർ അവന്മാർ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുമോ, സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ ഏകദേശം ഒരേപോലെയാണല്ലോ അവന്മാർ. അപ്പോൾ അത് പടത്തിനെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞ സംശയം ഉണ്ടായിട്ട് വേറെ പലരൊക്കെ ആലോചിച്ചു. പക്ഷെ ഇവര് എന്റെ ടോണിലാണ്, ഞാൻ സംസാരിക്കുന്നത് പോലെയാണ് അവര് ഈ ദിലീപേട്ടനെ കഥ ഉൾപ്പെടെ കേൾപ്പിച്ചത്. ഞാൻ ആദർശിക്കുന്നതിനോട് പറയുമ്പോഴൊക്കെ അവർ എൻ്റെ ഒരു ടോണിലാണ്. അപ്പം അത് അവരുടെ മനസ്സിൽ ഞാൻ തന്നെ വന്നു. അങ്ങനെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മേൻ തന്നെ മതി, ധർമ്മേനെ മാറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. അത് നമ്മൾ ആ ഒരു വിശ്വാസം ചെറുതായിട്ടൊന്ന് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നതാ. വന്നു ചേരുക എന്നൊക്കെ പറയില്ലേ, ഭാഗ്യം കൊണ്ട് വന്നു ചേരുക എന്നുള്ള പോലെയാണ് ആ കഥാപാത്രമൊക്കെ. അതിൽ എല്ലാം ചെയ്യാൻ പറ്റി എന്നുള്ളതാ. ചിരിപ്പിക്കാനും പറ്റി, ചിന്തിപ്പിക്കാനും പറ്റി, കരയിപ്പിക്കാനും പറ്റി. അങ്ങനെ ഒരു കണ്ണീന്നൊരു നനവ് വന്നിട്ടുണ്ടെങ്കിൽ അത് സിനിമ കാണാനായിരിക്കുമ്പോ അടുത്ത് ഫ്രീക്കന്മാര് പിള്ളേര് വരെ കണ്ണാനഞ്ഞിരിക്കുന്ന കണ്ടപ്പോ സന്തോഷം. ആ അമ്മയുടെ ഒരു സീനൊക്കെ വന്ന സമയത്താണ് ആ ഒരു കരച്ചിൽ. പക്ഷെ പെട്ടെന്ന് തന്നെ കരച്ചിൽ മാറ്റി ചിരിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ചേട്ടാ തുടങ്ങിയത് ഈ ഫീൽഡിൽ തുടക്കം മിമിക്രിയിലൂടെ ആയിരുന്നു. കോളേജിൽ പഠിച്ചിരുന്ന കാലത്താണോ? ഞാൻ സ്കൂളില് മിമിക്രി സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് ഞാനും കൂട്ടുകാരും കൂടി അന്നേ മിമിക്സ് പരേഡ് പോലെയുള്ള സംഭവങ്ങൾ സ്കൂളിലേ ചെയ്യുമായിരുന്നു. അതിനുശേഷം കോളേജിൽ വന്നപ്പോൾ ഒരുത്തും കൂടി സീരിയസ് ഒക്കെ കോളേജിലൊക്കെ പഠിക്കാൻ തുടങ്ങിയ ടൈമില് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ചേർന്നിട്ടൊരു ട്രൂപ്പ് ഉണ്ടാക്കിയൊക്കെ ചെയ്തു. കൊച്ചിൻ സാരിക എന്നുള്ള പേര്. വല്ലപ്പോഴൊക്കെ പരിപാടി ഉണ്ടാവുള്ളൂ, പക്ഷെ പോകും. ചിലപ്പോഴൊക്കെ ഞങ്ങള് ഭയങ്കരമായിട്ടൊക്കെ പോണ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പരിപാടിയൊക്കെ നിരച്ചു. ഞങ്ങൾക്ക് ആ കിട്ടുന്നതാകെ 100-125. എന്റെ മിമിക്രിയിൽ ആദ്യത്തെ ശമ്പളം പോലും 125 രൂപയായിരുന്നു ഒരു സ്റ്റേജിന്. ഈ ട്രൂപ്പിലെ പ്രകടനം കണ്ടിട്ട് വേറൊരു ട്രൂപ്പിലേക്ക് വിളിച്ചു. ആ ട്രൂപ്പിൽ ഇഷ്ടംപോലെ പരിപാടി ഉണ്ടാവുമായിരുന്നു. മറ്റേത് ഞങ്ങൾക്ക് വല്ല കാലത്തൊരു പരിപാടി ഉണ്ടാവുള്ളായിരുന്നു. ഇതില് രണ്ടാമതൊരു ട്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ പരിപാടിയായി. അപ്പൊ ഈ 125 എന്ന് പറഞ്ഞാല് നമുക്ക് കലാകാരൻ എന്നുള്ള രീതിയിൽ പൈസയും പിന്നെ ഇഷ്ടംപോലെ സ്റ്റേജും, അങ്ങനെ അവിടെ നിന്നാണ് വന്നത്. പിന്നെ എഴുത്തായിരുന്നു പ്രധാന മേഖല. അഭിനയിക്കണം എന്നുള്ളതൊരു, അറിയപ്പെടണം എന്നുള്ളൊരു ത്വര ഉണ്ടായിരുന്നെങ്കിലും എഴുത്തായിരുന്നു നമുക്ക് കയറാനുള്ളൊരു വഴി എന്നൊക്കെ പറയില്ലേ, സിനിമയിൽ കയറാൻ മിമിക്രി വഴി എന്ന് പറഞ്ഞ പോലെ മിമിക്രി കയറാൻ ഞാൻ തിരഞ്ഞെടുത്ത വഴി എഴുത്താണ്. കോമഡി സ്കിറ്റുകൾ ഞാൻ 2-3 സീരിയലിൽ എഴുതിയിട്ടുണ്ട്, മെഗാ സീരിയലുകൾ എഴുതിയിട്ടുണ്ട് 2-3. ഇപ്പൊ എഴുത്ത് ഇത്തിരി പുറകോട്ടാണ്, വീണ്ടും എഴുത്ത് തുടങ്ങണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു സിനിമ പ്രതീക്ഷിക്കാം. സിനിമ എന്തായാലും ഒരു സിനിമ ഉണ്ടാവും തീർച്ചയായിട്ടും വേണമല്ലോ. നല്ലൊരു സബ്ജക്റ്റിനുള്ള കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. എന്റെ കൂട്ടുകാരൻ സംവിധായകനാവും അടുത്ത് തന്നെ, ഷാരടി അടുത്ത് തന്നെ സംവിധായകനാവും.
അപ്പൊ എന്തായാലും ധർമ്മജൻ ചേട്ടന്റെ ഒരു സിനിമ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അല്ലെ? ഉണ്ടാവും, സിനിമ എന്തായാലും സംഭവിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പൊ പറഞ്ഞത്, ധർമ്മജൻ ചേട്ടന്റേതായിട്ടൊരു സിനിമ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളെല്ലാം കാത്തിരിക്കുന്നത് ധർമ്മജൻ ചേട്ടനും പിഷാരടി ചേട്ടനും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ, ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ട്. അത് ഇപ്പോൾ ചേട്ടൻ എല്ലാ സ്റ്റേജിലും എല്ലാ ഇന്റർവ്യൂസിലും ഒക്കെ പറയുന്ന കാര്യം. പക്ഷെ എന്നാലും നിങ്ങൾ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ശ്രോതാക്കൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു ബന്ധം തുടങ്ങിയിട്ട് 14 വർഷം കഴിഞ്ഞു. പണ്ട് അവൻ സലിംകുമാറിയേട്ടന്റെ ട്രൂപ്പിലായിരുന്നു, ഞാനപ്പോ സിനിമാല ട്രൂപ്പിന്റെ ഒപ്പമായിരുന്നു. അങ്ങനെ ഞങ്ങള് എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഫിലിം ചേംബർ എന്ന് പറഞ്ഞിട്ട്, ടെലിവിഷൻ ചേംബർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുടെ മീറ്റിങ്ങിന് വെച്ചിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. മൈക്കൊക്കെ എടുത്ത് ഭയങ്കര അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു മെലിഞ്ഞ, ഇപ്പോഴത്തെ പിഷാരടിയല്ല, അന്ന് ഭയങ്കര മെലിഞ്ഞിട്ട് തല മാത്രമേ ഉള്ളൂ അവന്, അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു പയ്യൻ ഇങ്ങനെ മൈക്കൊക്കെ എടുത്തിട്ട് ഭയങ്കര അനൗൺസ്മെന്റ്, ഇത്തിരി ബേസ് സൗണ്ടൊക്കെ ഇട്ട്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് ഇവൻ ആരുടാന്നൊക്കെ നോക്കുന്നുണ്ട്. ഇവൻ എന്നെയും ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ വെച്ചൊക്കെ കണ്ടു പിരിഞ്ഞിട്ട് ഇവൻ സാജൻ പള്ളെടുത്തത് കൂടെ സിനിമാല ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അന്നപ്പോ സിനിമാല എഴുതുന്നുണ്ട് ഞാൻ. അപ്പൊ അതിന്റെ ഒപ്പം ഇവനും എഴുതാനിരുന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പല എപ്പിസോഡുകളും എഴുതി. ആ എപ്പിസോഡുകളൊക്കെ നല്ല ഹിറ്റ് എപ്പിസോഡുകളായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചേർന്നാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുകയും ഒരുമിച്ച് സിനിമാലകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു പരിപാടിയായിട്ട് ബ്ലഫ് മാസ്റ്റേഴ്സ് എന്നുള്ള പരിപാടിയിലേക്ക് ഒരു ആർട്ടിസ്റ്റ് ചാനലിൽ പറയാതെ ഗൾഫിലേക്ക് പോയി. അപ്പോൾ പരിപാടി തടസ്സപ്പെടും എന്ന് കണ്ടപ്പോൾ ഒരാളെ വേണം. അങ്ങനെ എൻ്റെ പേര് നിർദ്ദേശിക്കുകയും ഞാൻ അവൻ്റെ കൂടെ കൂടുകയും ആ എപ്പിസോഡ് 1-2 എപ്പിസോഡുകൾ കയറി ഭയങ്കരമായിട്ട് ഹിറ്റാവുകയും റേറ്റിങ്ങിലൊക്കെ എത്തുകയും ചെയ്തപ്പോൾ അവർ നമ്മളെ തന്നെ ആലോചിച്ചു. പിന്നെ അപ്പോഴും ഞാൻ പഴയ ആർട്ടിസ്റ്റ് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, പകരക്കാരനായിട്ട് വന്ന ഒരാളാണല്ലോ, നമ്മളില്ല എന്ന് പറഞ്ഞു. പുള്ളിനെ വെച്ച് തന്നെ ചെയ്തു, ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിനെയും എന്നെയും കൂടി വെച്ചിട്ട് ചെയ്തു. 2 ഞാൻ ചെയ്യുമ്പോൾ 2 പുള്ളി ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴും നമ്മൾ ചെയ്തത് പിന്നെ കയറി കത്തി. അങ്ങനെ ചാനൽ വീണ്ടും എന്നെ ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങളൊരു 100-500 എപ്പിസോഡുകളോളം അങ്ങനെ കൊണ്ടും കൊടുത്തും ഈഗോകളില്ലാതെ അങ്ങനെ പോയി. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ, അതിനുശേഷം കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ, ഞങ്ങളുടെ പാസ്പോർട്ടുകളുടെ എണ്ണം വർദ്ധിച്ചു. ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയി. ഇത്രയും വർഷമായിട്ട് ഒരു വഴക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവും, അല്ലാതെ ഒരു സ്ഥായിയായിട്ടുള്ള വഴക്കമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കിടും എന്നല്ലാതെ ഒന്നുമില്ല. ഞങ്ങളുടെ ആ ഗ്രൂപ്പ് തന്നെ അത്രയും കാലമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് വേറെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ അത്രയും വർഷമായി ഒരുമിച്ച് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നത്. ഞങ്ങളുടെ സംഘത്തിൽ സാജൻ പള്ളുരുത്തിയാണ് തലമുതിർന്ന ആള്, പിന്നെ പിഷാരടി ഉണ്ട്, ഞാനുണ്ട്, സുബി, ദേവി ചന്ദന, ഒരു കോട്ടയം ഹരിദാസ്, പ്രജിത്ത്. അങ്ങനെ കോട്ടയം ഹരിദാസ് ചേട്ടനൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ഒരു വഴക്കും കാണുമില്ലാതെ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് ഈ ഒരു ഗ്രൂപ്പാണ്. പിന്നെ പലപ്പോഴും അങ്ങോട്ടും കിടക്ക് മാറി വേറെ പോകാറുണ്ടെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇതാണ്. അതെ, ഞങ്ങളുടെ ഗ്രൂപ്പ് ഇതാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് വെച്ചിട്ട് പിടിക്കണമെങ്കിൽ ഇങ്ങനെ ഇത്രയും പേര് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ചേട്ടാ, ഈ പിഷാരടി ചേട്ടൻ ഓരോരോ ഷോസിലൊക്കെ വരുമ്പോൾ, ഇന്റർവ്യൂവിന് വരുമ്പോഴാണെങ്കിലും ചേട്ടന് പറ്റിയ കുറെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും അമളികളും ഒക്കെ പറയാനുള്ളത്, ഇതൊക്കെ ഉള്ളതാണോ? അതൊക്കെ അവൻ എനിക്കിട്ട് പറഞ്ഞുണ്ടാക്കുക. ഈ ശരിക്കും പറഞ്ഞാല് സിനിമയില് നാരായണൻകുട്ടി ചേട്ടനായിരുന്നു ഇതിനെക്കാട്ടും കൂടുതൽ ഇങ്ങനെ കഥ ഉണ്ടാക്കി പറഞ്ഞത്. പിഷാരടി എനിക്ക് പറ്റിയ കഥകൾ ഉണ്ടാക്കി പറയും. ഞാൻ അത്ര മണ്ടനൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ അബദ്ധമൊന്നും പറ്റാറില്ല. ഇതിന് മനുഷ്യനാണ് അബദ്ധം പറ്റും, അതെല്ലാവർക്കും പറ്റും, അത് അവനും പറ്റും, പ്രിൻസിക്കും പറ്റും, എല്ലാവർക്കും പറ്റണ പോലെ പറ്റണൊക്കെ ഉള്ളു. അല്ലാണ്ട് വൻ അബദ്ധങ്ങളിലൊന്നും ചെന്ന് ഞാൻ ചാടാറില്ല. അവൻ ചാടി അത്രയും ഞാൻ ചാടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഓർക്കാണ് ചേട്ടൻ അങ്ങനെ വൻ അബദ്ധങ്ങളിലൊന്നും ചാടാഞ്ഞിട്ട് ഇത്രയും ഗോസിപ്പ് ഇറക്കുന്നു പിഷാരടി ചേട്ടൻ. അപ്പൊ ശരിക്കും അബദ്ധങ്ങൾ പറ്റിയിരുന്നെങ്കിലും അല്ലേ? പിന്നെ പിഷാരടിക്ക് വൻ അബദ്ധങ്ങളൊക്കെ ഇഷ്ടംപോലെ പറ്റിയിട്ടൊക്കെയുണ്ട്. പറഞ്ഞു ശരിക്കാൻ പറ്റിയതല്ല, ആലോചിക്കുമ്പോ സങ്കടം തോന്നുന്ന അബദ്ധങ്ങളൊക്കെയാണ് പറ്റിയേക്കണത്. പലപ്പോഴും ഈ സാമ്പത്തിക കാര്യങ്ങളിൽ വൻ അബദ്ധം പറ്റുന്ന ഒരാളാണ് പിഷാരടി. പലപ്പോഴും പല ഇൻവെസ്റ്റ്മെന്റ് നിർത്തിയിട്ട് പൊളിഞ്ഞു പോയ ഘട്ടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട്. സാമ്പത്തിക അബദ്ധങ്ങൾ ഇഷ്ടം പോലെ പിഷാരടിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്നും പറ്റിയിട്ടില്ല, ഭാഗ്യം. എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനെ പറ്റാനുള്ള അത്ര സമ്പത്തും കൊണ്ട് ഞാൻ നടക്കാറുമില്ല.
ധർമ്മഞ്ജയുടെ ചേട്ടനെ പറ്റി നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കാണേലും എല്ലാ പ്രേക്ഷകർക്കാണേലും മനസ്സിൽ എന്നും സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു ആളാണ് ചേട്ടൻ. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഒരു ചെറിയൊരു ഗോസിപ്പ് പോലെ ചേട്ടൻ കൂടുതൽ പൈസ മേടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയാസിലൊക്കെ ആളുകൾ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാനായിട്ട് ഞങ്ങളുടെ ശ്രോതാക്കൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഈ വാർത്തയ്ക്ക് എതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഒരു ലൈവ് ധർമ്മജൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ലൈവിനോ ഒന്നിനും നിന്നിട്ടില്ല. ആരെങ്കിലും കൂടെയൊക്കെ പോയി ഏതെങ്കിലും സിനിമയുടെയൊക്കെ നിന്നപ്പോഴുള്ള ലൈവ് അല്ലാതെ ഞാനായിട്ടൊരു ലൈവ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. എനിക്കിത് എല്ലാവരോടും സ്ഥിരീകരിക്കണമെന്നില്ല. ഞാൻ 125 രൂപ പേയ്മെന്റ് മേടിച്ചപ്പോൾ ഇങ്ങനൊരു ആരോപണം ആരും പറഞ്ഞിട്ടില്ല. അയ്യോ ധർമ്മേന 125 രൂപയാണ് മിമിക്രിക്ക് മേടിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എനിക്കൊരു സമയം വന്നപ്പോൾ എനിക്ക് മേടിക്കാറായപ്പോൾ ഞാൻ മേടിച്ചു. ഞാൻ 50,000 രൂപ ഒരു കോളേജിന്റെ ഫംഗ്ഷന് ചോദിച്ചു എന്നാണ്. ഞാൻ ശരിക്കും 50 അല്ല 75 മേടിക്കും. എന്റെ റേറ്റും കുറച്ച് കളഞ്ഞു അവന്മാര്. അവിടെ ചതിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ. അത് ഞാൻ പോയാല് സാധാരണ ഒരു വലിയ നടന്മാരൊക്കെ പോയി കഴിഞ്ഞാൽ 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ മേടിച്ചിട്ട് നിലവിളക്ക് കത്തിച്ചിട്ടൊക്കെ പോരും. നമ്മള് ഈ പറഞ്ഞ പൈസ മേടിച്ചിട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ആ കോളേജിലെ പിള്ളേരെ സന്തോഷിപ്പിച്ച് അർമാദിപ്പിച്ചിട്ട് നമ്മള് കഴിഞ്ഞു പോരാറുള്ളൂ. അത്രയും നമ്മളവിടെ പണിയെടുത്തിട്ടാ പോകുന്നത്. വെറുതെ നിലവിളക്കിന് തീ തെളിച്ചിട്ട് പൈസ മേടിച്ചിട്ട് പോകുന്ന ചരിത്രം നമ്മുടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പോന്നിട്ടില്ല. അവനെ മേടിക്കാറാവുമ്പോ മേടിക്കണ്ടേ. അപ്പോഴും നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ എനിക്ക് 250 രൂപയില്ലായിരുന്നപ്പോ ഞാൻ അടിപൊളിയായിട്ട് ജീവിച്ചിരുന്നു വെച്ചതാ. ഇപ്പൊ നമുക്ക് എത്ര കിട്ടിയാലും തികയാത്ത പോലെ ചെലവുണ്ട്. അതേപോലത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൂടുതലും ഇങ്ങനെ പോണ പൈസയൊക്കെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ചെലവാക്കുന്നതും പിടിക്കുന്നതൊക്കെ. ഞാൻ സിനിമയിൽ നിന്ന് കിട്ടണതോ എൻ്റെ ജീവിത ചെലവിനെടുത്തിട്ട് ഈ ഉദ്ഘാടനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്നാണ് ഞാൻ കൂടുതലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് മമ്മൂട്ടി മോഹൻലാലും ചെയ്യണത്രോ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള കഴിവിന് ചെയ്യുന്ന പരിപാടികൾ ഞാനും പിഷാരുടെയും ഒരുപാട് ചെയ്യുന്നത് ഇങ്ങനത്തെ പൈസ എന്നാണ്. ഈ ആരോപണം നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് അങ്ങോട്ട് വിട്ടു. ഇതൊരു മഞ്ഞപത്രമാണ്. പ്രവാസി ശബ്ദം എന്താണെന്ന് പറഞ്ഞിട്ടൊരു പത്രം എഴുതി വിട്ട ഒരു വസിപ്പത്രമാണ്. അതിങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. നമ്മള് എന്താ പറയണത്, ഭയങ്കര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിത് നീ അത് എന്ന് പറഞ്ഞാൽ ഞാനിത് എന്ത് ശ്രദ്ധിക്കാനായിട്ടാ? ഈ ആരോപണമൊക്കെ ഞാൻ എങ്ങനെ ശ്രദ്ധിക്കാനായിട്ടാ? പക്ഷേ ഞാൻ പൈസ ചോദിച്ചു മേടിച്ചു പറഞ്ഞാൽ ഈ പറയുന്ന കോളേജിൽ നിന്ന് തന്നെ സമീപിച്ചിട്ടില്ല ആരും. സമീപിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാന്യമായിട്ട് പെരുമാറാറുള്ള ഒരാൾ വന്നാൽ അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും അടക്കം കൃത്യമായിട്ട് പറയാറുണ്ട്. ഒരു സ്ഥലത്ത് പ്രോഗ്രാം ഏറ്റാൽ 15 മിനിറ്റ് മുമ്പ് എങ്കിലും ഞാൻ എത്തിച്ചേരാറുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതെ പറ്റി വെറുതെ ഒരു ആരോപണം ഒരാളങ്ങനെ അടിച്ചിറക്കുക, അതിനെപ്പറ്റി നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ദൈവത്തിനും അറിയാം, നമ്മളോട്ട് ഇടപഴകിയിട്ടുള്ള ആൾക്കാർക്കറിയാം. ഈ ആരോപണങ്ങൾ വന്നപ്പോൾ ഞാനൊന്നും വേണ്ടിയില്ലെങ്കിലും എന്നെ അറിയാവുന്ന എല്ലാവരും അതിനെതിരെ തീർച്ചയായിട്ടും ചേട്ടാ അത് ഞാനിപ്പോൾ പറയാം. അതായത് അങ്ങനെ ഒരു പോസ്റ്റ് ഒക്കെ ഫേസ്ബുക്കിൽ വന്ന് കമന്റ്സ് നോക്കിയപ്പോൾ കൂടുതൽ സന്തോഷം തോന്നി. കാരണം ഒരു കമന്റ് പോലും ഇല്ല അവരെ സപ്പോർട്ട് ചെയ്തിട്ട്, ഫുൾ ചേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ്സുകളായിരുന്നു. അവരാഗ്രഹിച്ചത് അതാണ്. അവർക്കൊരു റീച്ച് കിട്ടാൻ വേണ്ടി അവർ ചെയ്തു. അത് ഏറ്റില്ല. ഇന്നലെ ഏറ്റില്ലേലും സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും അവര് ഉദ്ദേശിച്ചത് കരിവാരത്തേക്കുക. ഇതിപ്പോ ആരോപണം എന്ന് പറഞ്ഞാല് ഇപ്പൊ അറബിക്കടലിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് കോടതി കണ്ട കേസ് കൊടുക്കാം. ഈ അറബിക്കടലിൽ അങ്ങനെ തീ പിടിച്ചു എന്നുള്ളത് പിന്നെ അന്വേഷിക്കുകയുള്ളൂ. കേസ് ഒക്കെ ആർക്കും വേണമെങ്കിൽ കൊടുക്കാം, സ്റ്റേയും കൊടുക്കാം, ആരോപണവും പറയാം. എനിക്ക് പ്രിൻസിക്കെതിരെ നല്ല ആരോപണം പറയാം. പ്രിൻസി നാളെ എന്നോട് വന്ന് മുസ്ലിം ജയിലും കാര്യങ്ങളുണ്ട്. പത്രത്തിലെ വാർത്ത തന്നെ പോലെയാ. ഈ ഇതായി കഴിഞ്ഞാല് ഫ്രണ്ട് പേജിൽ ഇടും, തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ചെറിയ കുളത്തിലിടുള്ളൂ എന്ന് പറഞ്ഞ പോലെയാ. അപ്പൊ അത് നമ്മളെന്തോരൊക്കെ ശ്രദ്ധിച്ചാലും നമുക്കിട്ടൊരുത്തൻ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ വാളോങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് തൽക്കാലത്തൊക്കെ ഒന്ന് വെട്ടാൻ പറ്റും, കൊല്ലാൻ പറ്റില്ല, അത്ര പറ്റുള്ളൂ. അത് അങ്ങനെ ചെയ്യുന്നു. അത് അവരുടെ മനസ്സിന്റെ പ്രശ്നം. അത് അവിടെ ഇരിക്കുമ്പോ എങ്ങനെ തോന്നാം. ഇതൊരു ഗ്രൂപ്പാണ്, ഇത് വലിയ ഗ്രൂപ്പാണ്. നമ്മൾ കേട്ടിടത്തോളം ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു വിഷയം ഉണ്ടായപ്പോ തർക്കം ഉണ്ടായി. അയാളെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു. ഏലൂർ ജോർജ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സഹപ്രവർത്തനായിട്ടുള്ള ചേട്ടനായിട്ടുള്ള ഒരാളാണ്. അയാളെ പറ്റി ആരോപണം പറയാം, കുറ്റം പറയാം, എന്ത് വേണേലും പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് വളരെ മോശമായ രീതിയിൽ പോസ്റ്റ് ഇട്ടു. അവസാനം പിന്നെ നിവൃത്തിയില്ലാണ്ടായപ്പോ ഞങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു കേസ് കൊടുക്കണം, പിടിക്കണം എന്ന് പറഞ്ഞു. പിടിച്ചു. ഇപ്പൊ എല്ലാത്തിനും കൊണ്ട് കേസ് കൊടുക്കാനും പിടിക്കാനും പറ്റില്ലെന്ന് ഉമ്മാരിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ തെറിവിളിയും കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നത്. അതൊരു തരം എനിക്ക് തോന്നുന്നത് അതൊക്കെ അവരവരുടെ മനസ്സിന്റെ, നമുക്കൊന്നും അത്
ജന്മത്ത് നടക്കൂല. പ്രതികരിക്കണമെന്നുണ്ട്, 4 നല്ല പൊളിച്ച തെറി പറയും അങ്ങനത്തെ അവരെ കണ്ടാല്. സോഷ്യൽ മീഡിയയിൽ കൂടി ഇറക്കുന്നുണ്ട് കുറേ ഉണ്ട് പ്രശ്നങ്ങള്. സ്വന്തം ഭാര്യക്ക് പിറന്നാളാശംസകള് സോഷ്യൽ മീഡിയയിൽ കൂടി തരുന്ന ആൾക്കാരുണ്ട്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ മതി. അതിപ്പോ ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞു. അതെ അതെ, അങ്ങനെ കുറെ കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ ഞാൻ ഇട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബെഡ്റൂമിൽ ഭാര്യക്കും ഭർത്താവിനും കൂടി പറയാനുള്ള കാര്യങ്ങള് ഭാര്യയുടെ ഇതിലോട്ട് ഭർത്താവ് പോസ്റ്റ് ചെയ്യുന്നു, ഭാര്യ ഭർത്താവിന് പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പൊ. ഇതുവരെ ആരെ കാണിക്കാനായിട്ടാ? നമ്മളുടെ കാര്യങ്ങൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഹെൽപ്പ് വേണമെന്നുള്ളതാണ്. കാര്യമൊന്നുമില്ല. അതൊക്കെ ഇതൊന്നും ഇല്ലായിരുന്നപ്പോഴും നമ്മൾ ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേണം, നല്ലതാണ്, സോഷ്യൽ മീഡിയ നല്ലതാണ്. ഞാനിപ്പോ കുറെ നാളായിട്ട് എനിക്ക് വാട്സപ്പ് പോലും ഇല്ല. രാവിലെ എണീക്കുമ്പോ 4000 മെസ്സേജൊക്കെയാണ്. അതിൽ തന്നെ കുറെ ഗുഡ് മോർണിംഗ് ഉണ്ടാവും, കുറെ പൂവുണ്ടാവും, കുറെ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നുണ്ടാവും, സൂര്യൻ ഉദിക്കുന്നുണ്ടാവും. റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഇത് മൊത്തം ഇത് നോക്കി നമ്മളുടെ ഫോൺ ഇതാകാതെ നോക്കണം, ഹാങ് ആകാതെ നോക്കാനായിട്ട് ഇത് മൊത്തം കളയണം. ഈ മെസ്സേജ് മൊത്തം കളഞ്ഞ് നമ്മുടെ കുറെ മണിക്കൂറുകൾ ഇതിലിട്ട് തലകുമ്പിട്ടിരുന്നിട്ട് ഇതൊന്നും നമ്മൾക്ക് വേണ്ടി ആവശ്യങ്ങളായിരിക്കൂല, മറ്റുള്ളവരുടെ ആവശ്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വന്നത്. അത് ദിലീപേട്ടനോടൊന്ന് പറയാൻ സഹായിക്കുമോ, ചേട്ടാ എനിക്കൊരു റോൾ ഒപ്പിച്ചു തരുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ കമന്റുകളായിരിക്കുള്ളൂ ഇതിൽ വരുന്നത്. പിന്നെ ഇതൊരു ആവശ്യമാണ്. ഇപ്പൊ ഒരു ആവശ്യത്തിന് നമ്മളൊരു ബാങ്കിൽ നിൽക്കണമെങ്കിൽ ഇതിന്റെ നേരത്ത് അയച്ചു തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണി നടക്കും. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് പറ്റുള്ളതേ, ഇത് എല്ലാവർക്കും അറിയാവുന്നാത്ത കാര്യം. നമ്മുടെ നമ്പറുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചിട്ട് ഈ വിടില്ല ഈ വാട്സപ്പ്. ഞാൻ വാട്സപ്പ് ഉപയോഗിക്കൽ നിർത്തിയിട്ട് കുറെ നാളായി. ഫേസ്ബുക്ക് വല്ലപ്പോഴും നോക്കും. എന്റെ പേജ് നോക്കണ വേറൊരു പയ്യനാണ്. ഫേസ്ബുക്ക് വല്ലപ്പോഴും ഞാനിങ്ങനെ നോക്കുന്നല്ലാതെ. ചേട്ടൻ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഞാനും 2 മെസ്സേജ് ചേർന്നു വാട്സപ്പില്. അല്ല, ഒരു കാര്യത്തിന് വിടാം പ്രിൻസി. ഞാൻ പറയണത് ഒരു കാര്യത്തിന് നമുക്ക് മെസ്സേജ് വിടണതിൽ യാതൊരു പ്രശ്നമില്ല. ഒരാളെ കാണാനുണ്ട് എന്നെ ആവശ്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വളരെ വളരെ നല്ലതാ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നടക്കും. ഇപ്പൊ ഞാൻ ഈ അമേരിക്കയിൽ 1.5 മാസം പോയി നിന്നപ്പോൾ എനിക്ക് വൈഫായിട്ട് സംവദിക്കാനൊക്കെ പറ്റിയ നല്ല ഇതാണ്. പക്ഷെ എന്ത് ചെയ്യാം, വേണ്ടാന്ന് വെച്ചു. ഫോൺ ചെയ്ത് നേരിട്ട് കാര്യം പറഞ്ഞ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ കുറെ നല്ലതാണ്. വാട്സപ്പ് ഉണ്ടെങ്കിൽ ഭയങ്കര ഗുണമാണ്, ഫേസ്ബുക്ക് ഒക്കെ നല്ല ഗുണമുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം വരും. ചേട്ടാ ഫാമിലിയെ പറ്റി ഒന്ന് പറയാമോ? ഫാമിലി, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. എൻ്റെ കൂടെ ഇവിടെ ഉള്ളത് എൻ്റെ അമ്മയുണ്ട്, വൈഫുണ്ട്, 2 മക്കളുണ്ട്. ഭാര്യയുടെ പേര് നേരത്തെ പറഞ്ഞ പോലെ അനൂജ. മക്കള് മൂത്താള് വൈഗ, ഇളയാള് വേദ. അവര് 3ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്നു. അമ്മച്ചിയുടെ പേര് മാധവി എന്നാണ്. പ്രായമൊക്കെ ആയി. അങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളിപ്പോ ബോൾഗാട്ടിയിൽ നിന്ന് താമസം വരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് വെച്ചിരിക്കുന്നത്. നമ്മുടെ സ്വസ്ഥമായിട്ട് താമസിക്കുന്നു. നല്ല അയൽവക്കവും നല്ല ആളുകളും നല്ലൊരു റെസിഡൻസ് അസോസിയേഷനും ഒക്കെ ഉണ്ട്. സുഖമായിട്ട് ഇവിടെ താമസിക്കുന്നു. ഓക്കെ ചേട്ടന്റെ ഈ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാ ഫാമിലിന്ന്? ഒന്നുമില്ല, ഞാൻ പണ്ട് തുടങ്ങി തന്നെ ഇങ്ങനെ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ടോ അങ്ങനെ സപ്പോർട്ടൊന്നുമില്ല. നമുക്ക് ഇതിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കുമായിരുന്ന ഘട്ടത്തിലാണ് ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇതിലോട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളപ്പോ രാഷ്ട്രപതിയാക്കിയാലും നമ്മൾ ഇങ്ങോട്ട് പോരും. അതിപ്പോ അങ്ങനത്തെ ഒരു ഇതാ, നമ്മൾക്ക് ഇത് വേണമായിരുന്നു, ഇത് നമ്മുടെ ആവശ്യമായിരുന്നു, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിരുന്നത്, നമ്മുടെ കലാജീവിതം നമുക്ക് ഇതിലോട്ട് വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നാട്ടിലെവിടെയെങ്കിലും ഒരു ട്യൂബിട്ട് ഒരു കർട്ടൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതിന്റെ മുമ്പിൽ ഉണ്ടാകുമായിരുന്നു. കാണാനാണെങ്കിലും ആസ്വാദകനായിട്ടാണെങ്കിലും അഭിനയിക്കാനാണെങ്കിലും നമ്മൾ ഇതിൽ വരും, ഇതിൽ നിൽക്കണം, പരമാവധി പിടിച്ച് നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ആരുടെയും പ്രോത്സാഹനവും അങ്ങനെയൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ പ്രോത്സാഹനം ഉണ്ടായിട്ടില്ല. എന്നാൽ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അതായിരുന്നു നമ്മുടെ ആവശ്യമായിരുന്നു. എൻ്റെ അച്ഛൻ കലാമണ്ഡലം ഒന്നും ആയിരുന്നില്ല, അമ്മച്ചും കലാമണ്ഡലം ആയിരുന്നില്ല. അങ്ങനെ പാരമ്പര്യം പറയാനായിട്ട് വിദൂരതയിൽ പോലും അല്ലെങ്കിൽ അങ്ങനെ ആരുമില്ല. അപ്പൊ പിന്നെ നമ്മള് വന്നു. എല്ലാവരും കല ആസ്വദിക്കുന്നവരായിരുന്നു. വലിയ ആസ്വാദകരൊന്നുമായിരുന്നില്ല. ഒന്നും പറയാനായിട്ട് പ്രത്യേകിച്ച് പ്രോത്സാഹനം ഒന്നും കിട്ടിയിട്ടില്ല. ചേട്ടാ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ചേട്ടൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ചേട്ടാണ്, അതായത് അമ്മയുടെ അടുത്ത് അമ്മ ഞാൻ സിനിമയിൽ അഭിനയിച്ച അമ്മയെന്ന് പറഞ്ഞപ്പോ ഒന്ന് പോയിടക്കാന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, അത് ഇപ്പൊ അമ്മച്ചി ഇപ്പോഴും ഞാൻ എന്തിനാ പോണത്, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന അറിയുന്നല്ലാതെ ഇങ്ങനെ പോകണ്ട. എവിടെ പോണ്ടോ, ഞാൻ പോണു, എന്തിനാണ്, ഞാൻ പ്രോഗ്രാം ഉണ്ട്, അങ്ങനെ അല്ലാതെ അമ്മച്ചിക്ക് ഇപ്പോഴും വലിയ പിടുത്തൂല്ല. ഞാനിങ്ങനെ ലോകം തോറും നടന്ന പരിപാടി നടത്തുന്നവനാണെന്നൊക്കെ ഇങ്ങനെ പെട്ടിയൊക്കെ ഇട്ട് പോകുമ്പോ അറിയാന്നല്ലാതെ എന്നോട് കാണാതിരിക്കുമ്പോ എന്നുള്ളത്. ഈ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുമ്പോ ചിലപ്പോ ഈ ബൊക്കെയൊക്കെ തരുമല്ലോ നമുക്ക്.
അപ്പൊ ഈ അടുപ്പിച്ചടുപ്പിച്ച് 2-3 ദിവസം ഉദ്ഘാടനം ഉണ്ട്. അപ്പൊ ഞാൻ ഈ ബൊക്കെ കിട്ടുമ്പോൾ കാറിലെടുത്ത് വെച്ചിട്ട് വെറുതെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് അമ്മച്ചി വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ അമ്മച്ചിയുടെ കയ്യിലോട്ട് കൊടുക്കും. അപ്പൊ അമ്മച്ചി 2-3 ദിവസം ആയി കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ ഇത് മേടിച്ച് കാശുകളാതെ പിള്ളേർക്ക് വല്ലതും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ അമ്മച്ചി വല്ല ആശുപത്രിയിലോ അല്ലെങ്കിൽ വല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയും, മോൻ ഇന്നലെ അടിച്ചു പൊളിച്ചുവിട്ടോ ടിവിയില് എന്നൊക്കെ പറയുമല്ലോ, ഇന്നലെ കണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ ഉള്ള ഇതല്ലാതെ അമ്മച്ചിക്ക് ഒരു എക്സ്പെരിമെന്റ് ഒന്നും കണ്ടിട്ടില്ല ഒരു പ്രോഗ്രാം കാണുമ്പോഴൊന്നും. അതാണ് എന്റെ ഒരു വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനം. നിരുത്സാഹപ്പെടുത്തലില്ല, പ്രോത്സാഹനം അങ്ങനെ വലിയ കിട്ടാറൊന്നുമില്ല. വൈഫാണെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടിട്ട് അങ്ങനെ വിമർശിക്കാറുമില്ല. ചിലപ്പോഴൊക്കെ നല്ലത് കണ്ടാല് കൊള്ളാട്ടാ എന്നൊക്കെ പറയും, അത്രേ ഉള്ളു. അത് അവസാനിക്കും. അതിൽ വലിയ അതിനെപ്പറ്റി ഭയങ്കര നിശിതമായിട്ടുള്ള ഒരു ഇതൊന്നും പറയാറൊന്നുമില്ല. ചേട്ടാ, മക്കൾ ആരുടെ ഫാനാ? മക്കൾ അമ്മയുടെ ഫാനാണ്. അമ്മയുടെ ഫാനാണ്. ഓക്കെ. അപ്പൊ അച്ഛൻ ഫിലിമിലൊക്കെ അഭിനയിച്ച് അച്ഛന്റെ കോമഡി സീൻസ് ഒക്കെ കാണുമ്പോ മക്കളൊന്നും പറയാറില്ലേ? ഒന്നുമില്ല, അവര് കാണും. അവര് ഇവിടെ ഇരുന്നപ്പോ എന്റെ സിനിമയാണ് ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തുണ്ടെങ്കിൽ പോലും അച്ഛാതെ അച്ഛന്റെ സീൻ അങ്ങനെയൊന്നും കാണും. അവര് വേണമെങ്കിൽ എന്റെ സിനിമനെക്കാട്ടി ഇഷ്ട സിനിമ വേറെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് കാണും അവര്. അവര് ഇവിടെ മൗനം സംഭവം എന്നുള്ള സീരിയലുണ്ട്, എന്റെ സിനിമ കളിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മൗനസമ്മതം തുടങ്ങാറായാലും അവര് മൗനസമ്മതം വെക്കുള്ളൂ. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഓർത്തിട്ടില്ലേ, എന്റെ മക്കൾ എന്താ ഇങ്ങനെ വിചാരിച്ചിട്ടില്ലേ? ഒന്നുമില്ല, അവർക്ക് അതിനുള്ളൊരു അവരുടെ ഒരു ടേസ്റ്റിനുള്ളത് ഓരോരുത്തർക്കും ഓരോ പ്രായത്തിലുള്ള ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതാണ് അവർക്ക് ചിലപ്പോൾ വലുതാകുമ്പോഴേ മനസ്സിലാവുള്ളൂ അച്ഛൻ ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളായിരുന്നു, ഇന്ന സിനിമയിലൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നൊക്കെ. ആ ഒരു പ്രായത്തിൽ അവർ ചിലപ്പോ ചിന്തിക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ സ്കൂളിലൊക്കെ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ ചേട്ടനൊരു പ്രത്യേക സ്ഥാനമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? ഞാൻ പാരന്റ്സ് മീറ്റിങ്ങിന് പോയിട്ടില്ല. അവരുടെ സ്കൂളിലെ പരിപാടിക്ക് ഞാൻ ഉദ്ഘാടകനായിട്ട് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്കറിയാം, അവരോട് കുട്ടികളൊക്കെ ചോദിക്കും, ചില അധ്യാപകരൊക്കെ ചോദിക്കുമ്പോൾ അവർക്കറിയാം. പക്ഷെ അവര് ഒരിക്കലും എന്റെ പിള്ളേര് എന്നെ പോലെ തന്നെ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല, അത്ഭുതത്തോടെ എന്നെ നോക്കിയിട്ടില്ല. അങ്ങനെ പിള്ളേര് തന്നെ അങ്ങനെ നോക്കിയിട്ടില്ല. അച്ഛൻ സിനിമ നോക്കുന്ന ആൾക്കാർ പറഞ്ഞു, അധ്യാപകർ പറഞ്ഞു, അതൊക്കെ വന്ന് ചിലപ്പോൾ പറയും. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞില്ലെങ്കിൽ വന്ന് പറയും, ഇങ്ങനെ ടീച്ചർ ചോദിച്ചു അച്ഛൻ ഇപ്പൊ ഏത് സിനിമയിൽ അഭിനയിക്കണേന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ. അത്രയൊക്കെ ഉള്ളൂ. എന്റെ പിള്ളേർക്കും അങ്ങനെ വലിയ അത്ഭുതമൊന്നുമില്ല, ഭാര്യയ്ക്കും ഇല്ല. ഭാര്യയും അങ്ങനെ ഞാൻ എവിടെ പോയെന്നൊക്കെ ചോദിച്ചാൽ എറണാകുളത്ത് പോയി അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിന് പോയി, അത്രയൊക്കെ ഉള്ളു. അല്ലാണ്ട് വലിയ പൊങ്ങച്ചം പറയലൊന്നും നമ്മുടെ വീട്ടിലാർക്കും ഇല്ല. ഓക്കെ. ചേട്ടാ, ഇപ്പം ഈ ഫീൽഡിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. ഒരുപാട് വർഷം. 2009 ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ ഈ സിനിമാ മേഖലയിലുള്ള ആൾക്കാരായിട്ട് ഈ പറഞ്ഞ പോലെ എഴുത്തുമായിട്ട് നടക്കുന്ന ടൈമിന് കുറേ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഷോയൊക്കെ എഴുതാനായിട്ടൊക്കെ വലിയ സിനിമാക്കാരുടെ കൂടെ, അന്നേ മോഹൻലാലിന്റെ ഒക്കെ ഷോയൊക്കെ എഴുതാനായിട്ടൊക്കെ കൂടെ തോമസ് തോപ്പൽക്കുടെ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ സിനിമാ ലോകമായിട്ട് കുറെ പേരായിട്ട് ബന്ധമുണ്ടായിരുന്നു. സിനിമയില് ഞാൻ ദിലീപേട്ടൻ എന്നെ അഭിനയിക്കാൻ വിളിച്ചപ്പോഴാണ് ഞാൻ തുടങ്ങുന്നത്. 2009 പാപ്പിയൊപ്പം ചേർന്ന എന്റെ ആദ്യത്തെ ഫിലിം. ഓക്കെ. ചേട്ടന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ലേ? അതായത് ഇപ്പോൾ ഓരോരോ പഴയ നമ്മുടെ പത്മരാജൻ സാറിൻ്റെയും അതുപോലെ രഞ്ജി പണിക്കർ സാറിൻ്റെ ഒക്കെ ഓരോരോ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ കട്ട ഡയലോഗൊക്കെ പറയുന്ന കുറേ സീൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ, അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച ഏതെങ്കിലും സീനോ ക്യാരക്ടറോ ഉണ്ടോ? അല്ല, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം നമ്മൾ ആ സമയത്ത് നമുക്ക് അവരുടെയൊക്കെ സിനിമകൾ കാണാൻ പറ്റിയല്ലോ എന്നുള്ളത്. നമ്മൾ ലെജൻഡായിട്ടുള്ള കുറെ ആളുകൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റി, അവരുടെയൊക്കെ സിനിമകൾ കാണാൻ പറ്റി, കുറെ പേരോടൊത്തൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റി. ഈ AR റഹ്മാനും ഇളയരാജയും യേശുദാസും മമ്മൂട്ടി, മോഹൻലാൽ, നെടുമുടി വേണു, തിലകൻ തുടങ്ങിയുള്ള കുറേ ലെജൻഡുകൾ, സച്ചിൻ തെണ്ടുൽക്കർ അല്ലെങ്കിൽ ഗാംഗുലി എന്നൊക്കെ കുറേ ആളുകൾ ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റി. നമുക്ക് അവരുടെ പ്രകടനങ്ങൾ റെക്കോർഡല്ലാതെ ലൈവ് കാണാൻ പറ്റി. അതായത് ഈ സംവിധായകരുടെ കാര്യം പറയുകയാണെങ്കിലും ഭരതൻ, പത്മരാജൻ തുടങ്ങിയുള്ള കുറേ പേർ, KG ജോർജ് അടക്കമുള്ള ആൾക്കാരുടെ സിനിമകൾ കാണാൻ പറ്റി. അതൊക്കെ ആവേശത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്നില്ലേ. അതിലൊരു കഥാപാത്രം വടക്കം വരാതിൽ മമ്മൂട്ടിയായിട്ട് എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ ചിന്ത പണ്ടേ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് മാവേലി അഭിനയിക്കുക, ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ഫ്ലൈറ്റിൽ കയറി പുറത്തുപോയി പരിപാടി അവതരിപ്പിക്കുക, അല്ലെങ്കിൽ മഞ്ജു വാര്യർ ഒന്ന് നേരിട്ട് കണ്ട് വർത്താനം പറയുക, ഇതൊക്കെയായിരുന്നു. ഇതിന്റെയൊക്കെ അപ്പുറത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയി. അപ്പൊ അങ്ങനെ വലിയ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ മാവേലികുമ്പത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു, മാവേലികുമ്പത്തിൽ ചെയ്തു. ആ സംവിധായകന്റെ കൂടെ ഇഷ്ടംപോലെ സ്റ്റേജ് പരിപാടികൾക്ക് പോയി. ആ സംവിധായകന്റെ തന്നെ 2 പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ള 2 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചു. അതിൽ തന്നെ ദിലീപേട്ടൻ എന്നെ സിനിമയെ കൊണ്ടുവന്നു. ദിലീപേട്ടൻ ആദ്യമായിട്ട് എനിക്ക് അമേരിക്കയിൽ കൊണ്ടുപോയി. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഒരു പ്രാവശ്യം ഫ്ലൈറ്റിന് പോകണമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പാസ്പോർട്ടിന്റെ എണ്ണം 6 പോയി.
പിന്നെ മഞ്ജുവാരെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ മഞ്ജുവാര് എനിക്ക് ചോറ് വിളമ്പി തന്നിട്ടുണ്ട്, ഒരുപാട് കുട്ടായി, അത്രയും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ചെറിയ ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിന്റെ അപ്പുറത്ത് പോയി. അപ്പൊ ഇതൊക്കെ കിട്ടിയത് ഭയങ്കര ബോണസായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. വലിയ ചിന്തകളും വലിയ സ്വപ്നങ്ങളൊന്നും സ്വപ്നം കാണാറുണ്ടെന്നുള്ളതല്ലാതെ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കാണാറില്ല. മോഹൻലാൽ അഭിനയിച്ച മറ്റേ പടത്തില് ഞാനായിരുന്നെങ്കിലോ അങ്ങനത്തെ ചിന്തകളില്ല. അവരുടെയൊക്കെ സിനിമകൾ കാണാൻ പറ്റിയതും ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അത്രയും നല്ല കുറെ സിനിമകളുണ്ട്. നമ്മൾക്കൊന്നും ചിലപ്പോൾ ഇനി അതേപോലത്തെ സിനിമകളിലൊന്നും ചെയ്യാൻ ഇനിയത്തെ തലമുറക്ക് പറ്റില്ല. അതൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. ഭയങ്കര കാര്യം തന്നെയാണ്, അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ചേട്ടനെ തേടി വരുന്ന റോൾസ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ കോമഡി റോൾസ് ആണ്. ഇപ്പൊ അതിലാണെങ്കിൽ തന്നെ ഇപ്പൊ കട്ടപ്പനയിലെ ഋതിക് റോഷനിൽ കുറച്ച് സെന്റിമെന്റൽ ആയിട്ട് ഉണ്ടായിരുന്നു എന്നാൽ പോലും ഒരു കോമഡി, ഫുൾ ടൈം കോമഡി ഒരു റോളാണ് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറണമെന്ന് തോന്നുന്നുണ്ടോ? അതിൽ നിന്ന് മാറണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് കിട്ടുന്നത് കോമഡി റോളുകളാണ്. കാരണം കോമഡി ചെയ്തു വന്ന ആളെന്നുള്ള നിലക്ക് കോമഡി കിട്ടുന്നു. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മലയാളത്തിലെ എല്ലാ കോമഡി ആർട്ടിസ്റ്റുകളെ എടുത്തു നോക്കിയാൽ അവർ സെന്റിമെന്റ്സ് ചെയ്ത് വെച്ചേക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പകച്ചു പോകും. കാരണം തീർച്ചയായിട്ടും ജഗദീഷ് ശ്രീകുമാർ അടക്കം, ആളച്ചേട്ടനടക്കം, പപ്പുവേട്ടനടക്കം, അങ്ങനെ നോക്കിയാൽ സലിംകുമാറും സുരാജ് അടക്കം അത്രയും നന്നായിട്ട് ഈ സെന്റിമെന്റ്സും ചെയ്യും. കാരണം ഈ ഹാസ്യം ചെയ്യണവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫീൽ ചെയ്യും. ആ ഒരു ഗണത്തില് ഞാനുള്ളൂ. എനിക്ക് കിട്ടിയത് കൊണ്ട് ചെയ്യാൻ പറ്റിയതാ, ഇത് കിട്ടാറില്ല എന്നുള്ള പ്രശ്നം. അപ്പൊ നമുക്ക് കിട്ടണം, ഇതുപോലെയുള്ള സാധനങ്ങൾ കിട്ടിയാൽ പൊലിപ്പിക്കാനായിട്ട് ഈ ഞാൻ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ഹാസ്യതാരങ്ങൾക്കും പറ്റുമെന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മിമിക്രിയിലൊക്കെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഇനിയും വരാൻ കിടക്കണേ ഉള്ളൂ. അതേപോലെ കഴിവുള്ളവരാണ് ഓരോരുത്തരും. നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. കോമഡി റോള് കിട്ടുന്നതിനെ പറ്റി, കോമഡി റോളിലേ ആദ്യം ആലോചിക്കുള്ളൂ. നമ്മളെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് അത്രക്ക് വലിയ കട്ടിയുള്ള റോളൊന്നും വെച്ചിട്ട് ആരും വിളിക്കലില്ല. കിട്ടിയാൽ ചെയ്യാം, അഭിനയിക്കാം എന്നുള്ളതുണ്ട്. എന്തായാലും വരുന്നുണ്ട് നല്ല കോമഡി അല്ലാത്ത സെൻട്രൽ ക്യാരക്ടർ ഒരെണ്ണം ഞാൻ അടുത്ത വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കാം. അപ്പോൾ ചേട്ടാ, കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, സിനിമയെ കുറിച്ച് പറഞ്ഞു, ചേട്ടന്റെ വരുന്ന പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷയ്ക്ക് വക കൊടുത്തുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇന്റർവ്യൂ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ലേട്ടാ, ജസ്റ്റ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചു അല്ലേ? ഓക്കെ. വരുന്ന പ്രൊജക്ടിനെ പറ്റി സംസാരിച്ചു എന്ന് പറഞ്ഞതാണ്, അത് പറഞ്ഞില്ല. ഇല്ല അല്ലേ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്, ചേട്ടന്റെ ഒരു സിനിമ വരും എന്നുള്ള കാര്യം പറഞ്ഞത്. എന്റെ ഒരു സിനിമ, ഞാനൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന സിനിമ സ്ക്രിപ്റ്റ് പൂർത്തിയായി. ഞാനൊരു നല്ല നിർമ്മാതാവിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല സിനിമയായിരിക്കും. അതുകൊണ്ടാണ് കുറെ പേര് ഇങ്ങനെ സെൻട്രൽ ക്യാരക്ടർ അതാണ് ഇതാണൊക്കെ പറഞ്ഞു വന്നെങ്കിൽ ഞാൻ ഒന്നും ഇപ്പൊ ചെയ്യാൻ താല്പര്യനല്ല. ഇത് എനിക്കിണങ്ങിയ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഒരു നാഷണൽ തീം കൈകാര്യം ചെയ്യുന്നൊരു സ്ക്രിപ്റ്റാണ്. അപ്പൊ അതൊരു നല്ല സിനിമയായിട്ട് തോന്നി. ആ സിനിമ നമ്മൾ ചെയ്യണമെന്ന് തോന്നി. ഞാൻ പല ആൾക്കാരോടും, വലിയ നടന്മാരോടൊക്കെ ആ കഥ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ അത് അടുത്ത വർഷം എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. 2018 നമുക്കത് പ്രതീക്ഷിക്കാം. 2018 മുമ്പ് തുടങ്ങും, എന്നാലും 2018 പ്രതീക്ഷിക്കാം. അതിന്റെ ഓരോരോ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് നല്ലൊരു വാർത്ത ആദ്യമേ തന്നെ തന്നു. ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്, ഒരു മാധ്യമത്തിനോട് പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ പിന്നെ നമ്മൾ റേഡിയോ മംഗളത്തിന് അഭിമാനിക്കാം. അപ്പൊ ധർമ്മൻ ചേട്ടന്റെ ഫിലിമിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് നമ്മളോട് തന്നെയാണ്. അപ്പൊ എന്തായാലും ധർമ്മൻ ചേട്ടാ, നമ്മുടെ ഇന്നത്തെ ട്വിങ്കിൾ സ്റ്റാർസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ റേഡിയോ മംഗളത്തിന്റെ ശ്രോതാക്കളോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? റേഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ ഒരു സംസ്കാരമായിരുന്നു. ഞാൻ അത്രയ്ക്കധികം റേഡിയോ കേട്ടിട്ടില്ലെങ്കിലും എൻ്റെ വൈഫ് ഭയങ്കര റേഡിയോന്റെ ആളാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഇവളുടെ വീട്ടിൽ പണ്ട് ചെല്ലുമ്പോഴും, ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നല്ലോ, അപ്പൊ അതിനു മുമ്പൊക്കെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഈ റേഡിയോ വെച്ച് കേൾക്കലുണ്ടായിരുന്നു. റേഡിയോ മലയാളിയുടെ ഒരു സംസ്കാരമായിരുന്നു. ഇത്രയും ചാനലുകൾ വന്നേക്ക് മുമ്പ്, ഇത്രയും ഇത് വന്നേക്ക് മുമ്പ് നമുക്ക് നമ്മുടെ സംസ്കാരമായിരുന്നു റേഡിയോ. ഇപ്പൊ റേഡിയോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ടിവിയിലൂടെയുള്ള വാർത്തകളെക്കാട്ടിയും കൂടുതൽ ഈ നേര് പറയുന്നത് റേഡിയോ വാർത്തകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് ഈ റേറ്റിംഗും അതും ഇതൊന്നും നോക്കണ ഒരു കാലഘട്ടം റേഡിയോയിൽ ഉണ്ടായിരുന്നില്ല. പച്ചയായ വാർത്തകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കി പറഞ്ഞിരുന്നൊരു മാധ്യമമാണ് റേഡിയോ. മലയാളിയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. രാവിലെ എണീറ്റാൽ ഒരു സുപ്രഭാതം,
അത് കഴിഞ്ഞിട്ട് കുറേ വാർത്തകൾ, ഇത് പരിപാടികളൊക്കെ എന്ന് പറയുന്നത്. റേഡിയോ നമ്മുടെ സംസ്കാരമായിട്ട് ഇനിയും തുടരട്ടെ. പണ്ട് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഈ റേഡിയോയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നിലനിൽക്കോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ മാസം തോറും പുതിയ പുതിയ റേഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാടിനൊപ്പം നേരിനൊപ്പം ചേരുന്ന മംഗളത്തിന്റെ ഈ റേഡിയോയ്ക്കും എന്റെ എല്ലാവിധ നന്മ നിറഞ്ഞ ആശംസകളും. താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിലയേറിയ കുറേ സമയങ്ങൾ തന്നതിൽ ഒരുപാട് താങ്ക്സ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ വരും ചേട്ടൻ്റെ അടുത്ത്, ചേട്ടൻ്റെ പുതിയ ഫിലിമിന്റെ അനൗൺസ്മെന്റിന്റെ സമയത്ത്. അപ്പോൾ അന്ന് നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും സഹകരണം ഉണ്ടാകണം. കാരണം നമ്മൾ പോകുന്ന വഴിയെ തെളിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പോകുന്ന വഴി തെളിച്ചു തരാനായിട്ടും മാധ്യമങ്ങൾ നല്ല ഇതാണ്. ഇപ്പൊ ഉള്ള ഒരുപാട് സോഷ്യൽ മീഡിയകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ലതിനും ചിത്തയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കലാകാരനെ മുന്നോട്ട് നയിക്കാൻ ഒരു മാധ്യമത്തിന് വളരെ നല്ല പങ്ക് വഹിക്കാൻ കഴിയും. അപ്പൊ ആ ഒരു പങ്ക് എനിക്കും കൂടി പകർന്നു തന്നാൽ വളരെ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടാ വളരെ താങ്ക് യു സോ മച്ച്.